ഞങ്ങൾ മിമിക്രിക്കാർ നോക്കി കണ്ടുകൊണ്ടിരുന്നത് സിറാജിക്കയാണ് ആദ്യം നമ്മളെ ഞെട്ടിച്ചൊരു മിമിക്രിക്കാരൻ. സിറാജിക്കാനെ ഒരുപാട് കോപ്പി അടിച്ചിട്ടുണ്ട്. സിറാജിക്കയ്ക്ക് ശേഷം അതേപോലെ ഞങ്ങളെ ഞെട്ടിച്ച ഒരാളാണ് അബീക്ക എന്ന് പറയുന്നത്. എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ നടന്മാരുടെയും അതേപോലത്തെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന അബീക്ക താത്തയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം മലയാളികളെയും മിമിക്രിക്കാരെയും ഞെട്ടിച്ച ഒരാളാണ് കോട്ടയം നസീർ. നസീർക്ക എന്ന് പറഞ്ഞാൽ അത് വേറൊരു റേഞ്ച് ആയിരുന്നു. വേറൊരു പിന്നെ ആക്ഷനും കോസ്റ്റ്യൂംസും മുഖത്ത് എക്സ്പ്രഷനും എല്ലാം ആയിട്ട് വന്ന് നമ്മളെ ഞെട്ടിച്ച ഒരാളാണ്. അപ്പോൾ ഇവരുടെ 3 പേരുടെയും ഫ്ലേവേഴ്സാണ് ഞങ്ങൾ കുറേ പേര് എടുത്തിട്ടുള്ളത്. ഇപ്പം അതിന് പുറകെ വന്നിട്ടുള്ള സുരാജ് ആണെങ്കിലും ടിനി ആണെന്നുണ്ടെങ്കിലും പിഷാരടി പിന്നെ 1 man ഷോയിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത്. ഞാനാണെങ്കിലും നമ്മൾ ഒരുപാട് പേരുണ്ട് ഇവരെ കോപ്പി അടിച്ച് നമ്മൾ മിമിക്രി ചെയ്ത് പറഞ്ഞാൽ മോഷണമാണെന്നർത്ഥം. പിന്നെ സംശയമുണ്ടോ? നമ്മൾ അതല്ലാന്ന് പറഞ്ഞാൽ തള്ളലായിപ്പോ ഇൻസ്പയർഡ് ആയിട്ടുള്ള നമ്മളെല്ലാവരുമാണ്. അതിനുശേഷം വന്ന് നമ്മളെല്ലാവരും ഞെട്ടിയ ഒരു മിമിക്രി പേഴ്സൺ എന്ന് പറഞ്ഞാൽ അത് മഹേഷ് കുഞ്ഞാണ്. ഞാൻ മഹേഷിന്റെ പ്രോഗ്രാം ടി വിയിലല്ലാതെ ഡയറക്റ്റ് ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് മഹേഷിനെ. അപ്പൊ ടിക്കറ്റ് എടുക്കണം. എല്ലാവർക്കും ഫ്ലവേഴ്സിൽ വന്ന നമുക്ക് ആദ്യം മനസ്സിൽ വരുന്ന മുഖം എന്ന് പറയുന്നത് മറ്റാരുമല്ല, നമ്മുടെ ശ്രീകണ്ഠൻ സാർ തന്നെയാണ് അല്ലേ? ശ്രീകണ്ഠൻ സാറിന്റെ എനർജി വേറെ ഒരു അവതാരകനും ഇല്ലാന്ന് ഞാൻ എഴുതി തരും. കാരണം അദ്ദേഹത്തിന് ഇപ്പോഴും ഒരു ചുറുചുറുക്കുണ്ട്. എൻ്റെ വീട്ടിലൊക്കെ വന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹം ചാനലിലൊക്കെ വന്ന് സംസാരിക്കുന്ന പോലെ തന്നെയാണ് സംസാരിച്ചത്. അപ്പോൾ നമുക്ക് ശ്രീകണ്ഠൻ സാറിനെ ഞാൻ വേദിയിലേക്ക് വിളിക്കുകയാണ്. ഇനി എൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കുന്നത് ഈ പെർഫോമൻസിന് അവസാനമായിരിക്കും. അപ്പോൾ നമുക്ക് ശ്രീകണ്ഠൻ സാറിലങ്ങ് തുടങ്ങി മറ്റു സ്റ്റാർസിലേക്ക് ഇങ്ങനെ പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ശ്രീകണ്ഠൻ സാറിനെ വിളിക്കാം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമസ്കാരം. വളരെ കാലത്തിന് ശേഷം നമ്മുടെ കോമഡി ഉത്സവത്തിന് ശേഷം അതിന് വലിയൊരു വിജയത്തിന് ശേഷമാണ് ഇപ്പോൾ നമ്മുടെ കോമഡി താരങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഒരു തള്ളൽ പ്രോഗ്രാം നമ്മൾ നടത്തുകയാണ്. നമ്മുടെ ഫ്ലവേഴ്സ് കോമഡി തള്ളൽ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് നവ്യ? കുറേ സുഖമാണ്. നമ്മൾ കുറേ നാളായി കണ്ടിട്ട്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. സുഖമായിട്ടിരിക്കുക അല്ലേ? ഞാനിങ്ങനെ വന്ന സമയത്ത് നവ്യ നായരുടെ നമ്മുടെ നവ്യയുടെ ഗുരുവിൻ്റെ അടുത്ത് പറയുന്നത് കേട്ടു. ഗുരുവിന് കുറെ കണ്ണിമാങ്ങയൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ? അതെ, കണ്ണിമാങ്ങയല്ലേ, കടുമാങ്ങ. കടുമാങ്ങ. എനിക്ക് കടുമാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് കടുമാങ്ങ ഇല്ലെങ്കിൽ ഒരു ഓറഞ്ചെങ്കിലും മേടിച്ചു തരണമെന്ന് ഞാൻ പറയുകയാണ്. കാരണം ഭയങ്കര ആഗ്രഹമുണ്ട്. എന്തായാലും ഈ പരിപാടിയുടെ വൻ വിജയത്തിന് കുറേ ഗസ്റ്റുകൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഗസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിലെ കുറേ വളരെ മനോഹരമായ ആക്ടേഴ്സ് തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ അടുത്ത കാലത്ത് ഏറ്റവും വിജയമായ ഒരു സിനിമയുണ്ടല്ലേ, ആ സിനിമയുടെ പേരെന്താണ്? ആടുജീവിതം എന്നാണ്. ആടുജീവിതം എന്ന സിനിമ ഒരു ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ 16 വർഷങ്ങളാണ് ആ സിനിമയ്ക്ക് വേണ്ടി കൊടുത്തത്. അദ്ദേഹം നമ്മുടെ ഈ വേദിയിലെത്തുന്നു. ബ്ലെസ്സി സാറിനെ വളരെ സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു വലിയൊരു ജേർണിയാണല്ലോ. പലപ്പോഴും ഇത് നടക്കില്ല, മുന്നോട്ട് പോകില്ല എന്ന് പറയുന്ന രീതിയിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ടാവുകയാണ്. ഇങ്ങോട്ട് വന്നപ്പോഴും എനിക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ടായി. കാരണം നല്ല ബ്ലോക്കായിരുന്നു. മാത്രമല്ല അപ്പം എനിക്ക് ടിനീട്ടോ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. വരാനുള്ളവർ വരും, പോകാനുള്ളവർ പോകും. പോകാൻ ധൃതി കാണിക്കുന്നവർക്ക് ഒരു യൂബർ വിളിച്ചു കൊടുക്കുക. പുട്ടും പഴവും കഴിക്കാൻ എളുപ്പമാണ്. പുട്ടിൻ്റെ കൂടെ ഒരു പപ്പടം വിട്ട് കൈ ഒന്ന് അമർത്തിയാൽ അത് പൊടിഞ്ഞു പോകും. അങ്ങനെ ജീവിതം പൊടിഞ്ഞു പോവേണ്ടവരല്ല നമ്മൾ. അല്ല, എനിക്ക് പുട്ടും പഴയത്തിനേക്കാൾ ഇഷ്ടം പുട്ടും കിഴങ്ങ് കറിയുമാണ്. കാരണം ആ കിഴങ്ങ് ഉള്ളിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഈ അടിവയറ്റിൽ നിന്നുണ്ടാകുന്ന ഒരു വല്ലാത്തൊരു സുഖമുണ്ടല്ലോ, അത് പുട്ടും പഴം കഴിച്ചാൽ കിട്ടില്ല അല്ലേ? അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഈ പരിപാടി ഒരു ഉദ്ഘാടനത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്ന മറ്റാരുമല്ല. അല്ല ഇതാ ആരൊക്കെ വന്നിരിക്കുന്നത്? എന്നെ മനസ്സിലായില്ലേ നവ്യ? ഞാൻ സൈജു കുറുപ്പാണ്. അല്ല, ഈ നവ്യയുടെ കൂടെ ഒരുത്തി എന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ച ശേഷം ഇതുവരെ അഭിനയിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ എന്ത് കറക്റ്റ് കണ്ടിട്ട് മനസ്സിലായില്ലല്ലോ. വലിയ എന്നോട് ഞാൻ പടക്കമാണ്, എനിക്ക് കാണുന്നൊന്നും വേണ്ട. കാരണം എനിക്ക് എൻ്റെ ഷാൻ ചേട്ടൻ സത്യം മനസ്സിലാക്കണം. കാരണം ഞാൻ ഈ സിനിമാ രംഗത്ത് വന്ന ഏറ്റവും മനസ്സിൽ പറയാത്തൊരു കാര്യമുണ്ട്. കാരണം ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. കാരണം ആദ്യം പറയേണ്ടതായിരുന്നു. അത് നവ്യയോട് ഞാനിപ്പോൾ പറയണം. മനസ്സിനുള്ളിൽ ഒരു ഇഷ്ടമുണ്ടായിരുന്നു, അത് ഇതുവരെ പറയാൻ കഴിഞ്ഞില്ല.